ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി അധ്യായം 3 ഭാഗം 2. ഭൂമിയിലുള്ള സമയത്ത്. ചില മത്സ്യങ്ങൾക്ക് വെള്ളത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞ ഉപരിതലത്തിനടുത്ത് മാത്രമേ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവ എളുപ്പത്തിൽ പക്ഷികൾക്ക് ഇരയായി തീർന്നേക്കാം എന്ന ആപത്സാധ്യതയും ഉണ്ട്. സാന്ദ്രത കൂടിയ വെള്ളത്തിൽ ജീവിക്കുന്ന ഇനം മത്സ്യങ്ങൾക്ക് താരതമ്യേന സുരക്ഷിതത്വമുണ്ട്. എന്നാൽ അവയ്ക്ക് സാന്ദ്രത കുറഞ്ഞ വെള്ളം പഥ്യമല്ലാത്തതുകൊണ്ട് അവ എപ്പോഴും കടലിൽ ആഴത്തിൽ ഇരുട്ടിൽ ജീവിക്കുന്നു. വെള്ളത്തിൻ്റെ ഉപരിതലത്തിനടുത്ത് ജീവിക്കുന്ന മത്സ്യത്തിന് സാന്ദ്രത കൂടിയ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയാത്തതുപോലെ വളരെ ഉയർന്ന തലത്തിൽ നിന്ന് വന്ന ഒരു ആത്മാവിന് സാന്ദ്രത കൂടിയ തലത്തിൽ അധികകാലം ജീവിക്കുക സാധ്യമല്ല. അല്ലാത്ത പക്ഷം അതിന് തൻ്റെ ഉന്നതാവസ്ഥയെ മറന്നുകൊണ്ട് സാന്ദ്രതയോട് ഇണങ്ങി ജീവിക്കേണ്ടി വരും. ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള അനേകം ആളുകൾ ലൗകിക ജീവിതത്തിൽ പരാജയപ്പെടുന്നതും സാന്ദ്രതയിലുള്ള ആത്മാക്കൾ സാന്ദ്രതയിൽ കളിക്കേണ്ടത് എങ്ങനെ എന്ന് അവർക്ക് അറിയാം. ഭൗതിക ജീവിതത്തിൽ വിജയം നേടുന്നതും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം എവിടെ നിന്ന് വന്നു എന്ന് അറിയാതെ അത്തരത്തിലുള്ള വിജയപരാജയ താരതമ്യത്തിന് അർത്ഥമില്ല. കൂടുതൽ സൂക്ഷ്മമായ മണ്ഡലത്തിൽ നിലകൊള്ളുന്ന ഒരു ആത്മാവ് മുമ്പേ തന്നെ ഒരു ഉയർന്ന അസ്തിത്വമാണ്. അത് സഹാനുഭൂതി കൊണ്ട് ഇവിടെ വന്നതാണ്. സാന്ദ്രതയിൽ ജീവിക്കുന്ന ഒന്നുമായി മത്സരിക്കാൻ അതിന് കഴിയുകയില്ല. എന്നാൽ അതിന് ഉയർന്ന അസ്തിത്വങ്ങളോട് സമമായി നിൽക്കുവാനും അവയുടെ ആനുകൂല്യം കൊണ്ട് വിജയിക്കുവാനും എളുപ്പത്തിൽ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ആത്മാവ് ഉയർന്ന സത്തകളുമായുള്ള സഹവാസത്തിനും സംസർഗത്തിനും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. സ്വാഭാവികമായി അത് തന്നെ കൂടുതൽ ഉയർത്തുവാൻ ഉതകുന്ന ക്രിയ പോലുള്ള പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഭക്തിയോഗം, കർമ്മയോഗം മുതലായ സാധനങ്ങൾക്കോ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും. തേജസ് മുമ്പേ തന്നെ അവിടെ ഉണ്ട്. ആത്മാവ് അത് തിരിച്ചറിയുന്നു. എന്നാൽ അടിസ്ഥാന ഘടകങ്ങൾ, അതായത് മനസ്സും ബുദ്ധിയും അത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഒരു ഉയർന്ന ആത്മാവ് സാന്ദ്രത കൂടിയ തലത്തിലേക്ക് വരുവാൻ നിശ്ചയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒന്നാമതായി, ആ തലത്തിലുള്ള മറ്റ് ആത്മാക്കൾ എപ്പോഴും ഈ ആത്മാവിൻ്റെ നിശ്ചയത്തെപ്പറ്റി ബോധമുള്ളവയാണ്. എന്തിലേക്കാണ് താൻ ചെന്നു ചാടുന്നത്, അതിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കാവുന്നത് എന്നതിനെപ്പറ്റി ഈ ആത്മാവിന് ബോധമുണ്ട് എന്ന് അവ ഉറപ്പുവരുത്തുന്നു. ഈ രണ്ടു തലങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത്ര വമ്പിച്ചതാണ്. ചില ഉദാഹരണങ്ങൾ. 1. പെരുക്കം. ഉയർന്ന തലങ്ങളിൽ ആത്മാക്കൾ ഇഷ്ടാനുസരണം പെരുകുന്നു. ഉദാഹരണത്തിന്, അവയ്ക്ക് മറ്റ് അസ്തിത്വങ്ങളെ സൃഷ്ടിക്കൽ ആവശ്യമാണെങ്കിൽ അവ വികസിക്കുകയും വേർപെട്ട് മറ്റ് അസ്തിത്വങ്ങളായി തീരുകയും ചെയ്യുന്നു. തങ്ങളിൽ നിന്നു തന്നെ മറ്റ് അസ്തിത്വങ്ങളെ സൃഷ്ടിക്കുന്നു. സാന്ദ്രത കൂടിയ തലത്തിലെ അവസ്ഥയിൽ നിങ്ങൾക്ക് ശാരീരികമായ സംയോഗം, ഗർഭകാലം മുതലായ പ്രക്രിയകൾ കൂടി കടന്നു പോകേണ്ടതുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഭൂമിക്ക് അപ്പുറമുള്ള സൂക്ഷ്മമണ്ഡലങ്ങളിൽ ഇഷ്ടാനുസരണമുള്ള തൽക്ഷണമായ പെരുകൾ മാത്രമേയുള്ളൂ. 2. ആശയവിനിമയം. വാക്കുകൾ ചിന്തകളേക്കാൾ സാന്ദ്രമായതിനാൽ ആ ചിന്തയില്ലാത്ത അവസ്ഥയുടെ തലത്തിൽ ഒരു ചിന്ത തന്നെ ഒരു സംവാദമാണ്. ചിന്ത തന്നെ ഒച്ച ഏറിയതാണ്. 3. സാന്ദ്രത കൂടിയ തലത്തിൽ ബന്ധങ്ങൾ പ്രധാനമായും ഉടമാവകാശത്തിലേക്ക് ചുരുങ്ങുന്നു. സാന്ദ്രത കുറഞ്ഞ തലത്തിൽ ഉടമസ്ഥതയില്ല. എല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഇതിനർത്ഥം നിങ്ങൾ നിലനിൽക്കുന്നു, നിങ്ങൾക്ക് പ്രത്യേകമായി നിലനിൽക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാത്മാവുമായി കൂടിച്ചേരാം. ഒരു പെട്ടി മറ്റൊരു പെട്ടിക്കുള്ളിലേക്കും അത് വേറൊരു പെട്ടിക്കുള്ളിലേക്കും പോകുന്നത് പോലെ. അപ്പോൾ 10 ആത്മാക്കൾ യോജിക്കണമെന്ന് കരുതുക, അത് സാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പരമാനന്ദ സ്ഥിതി പരിപൂർണമാണ്. അത് പൂർണ്ണമായും ഊർജാവസ്ഥ മാത്രമാണ്. അതുകൊണ്ട് ഈ ആത്മാക്കൾ എല്ലായ്പ്പോഴും പരബ്രഹ്മാവസ്ഥയെ, പരമപിതാവിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് സ്വർഗമാണ്. 4. ഏകത്വവും ദ്വിത്വവും. ലൗകിക തലത്തിൽ എല്ലായ്പ്പോഴും ദ്വിത്വങ്ങൾ ഉണ്ട്. പുരുഷനും സ്ത്രീയും, രാവും പകലും മുതലായവ. ദ്വിത്വങ്ങൾ ഉള്ള ഇടങ്ങളിലെല്ലാം എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകും.
നിർമ്മാണം, നാശം, സന്തോഷം, കഷ്ടപ്പാട്, ഭൗതികമായ ജീർണത മുതലായ പ്രക്രിയകളിൽ കൂടി നിങ്ങൾക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ തലത്തിൽ അത്ര അധികം ചിന്താക്കുഴപ്പവും വ്യക്തതയില്ലായ്മയും ഉണ്ടെന്നുള്ളത് സ്വാഭാവികമാണ്. എങ്ങനെയാണ് ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യുക? ആത്മാവ് ഓർമ്മിക്കുന്ന ഉയർന്ന തലത്തിലുള്ളവയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഈ അനുഭവങ്ങൾ കൂടി എങ്ങനെയാണ് പോവുക? അതുകൊണ്ടാണ് ഉയർന്ന ആത്മാക്കൾ സാന്ദ്രത കൂടിയ തലത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന ആത്മാക്കളെ ഇപ്രകാരം ബോധവൽക്കരിക്കുന്നത്. അനുകമ്പ കൊണ്ട് കഴിയുന്നത്ര ലൗകിക ജീവികളെ സഹായിക്കുക, അവരെ ഉയർന്ന അവബോധത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സാന്ദ്രത കൂടിയ തലത്തിലേക്ക് പോകുന്നത് നല്ലതു തന്നെ. എന്നാൽ അവിടെ നിങ്ങൾക്കും ഈ പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വരും. പോകാൻ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൊയ്ക്കോളൂ. എന്നാൽ ഒരു ആത്മാവ് സാന്ദ്രത കൂടിയ തലത്തിൽ ഉറച്ചു പോകുവാൻ കാരണം ബന്ധുത്വങ്ങളാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അങ്ങനെ ബന്ധങ്ങൾ ഒരു കൊളുത്തും വികാരങ്ങൾ പശയുമായി തീരുന്നു. ആ ആത്മാക്കൾക്ക് നക്ഷത്രമണ്ഡലത്തിനപ്പുറം ഉയരത്തിലേക്ക് പോകുവാൻ കഴിയാതാകുന്നു. ലാഘവം നഷ്ടപ്പെട്ടതുകൊണ്ട് അവയ്ക്ക് മുമ്പത്തെ മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. കർമ്മങ്ങളെല്ലാം ചെയ്തു തീരും വരെ അവ വീണ്ടും വീണ്ടും ഭൂതലത്തിൻ്റെയും നക്ഷത്രതലത്തിൻ്റെയും ഇടയിൽ പൊന്തുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്രകാരം വളരെ മരണങ്ങളും ജനനങ്ങളും സംഭവിക്കുന്നു. എങ്കിലും ഭാഗ്യവശാൽ ഉയർന്ന തലത്തിൽ ദ്വിത്വം ഇല്ലാത്തതുകൊണ്ട് സമയവും സ്ഥലവും ഇല്ല. അതുകൊണ്ട് അന്തിമമായ ഉയർച്ചയ്ക്ക് മുമ്പ് എത്ര ജീവിതങ്ങൾ ഉണ്ടായി എന്നത് പ്രാധാന്യമുള്ളതല്ല. അവയെല്ലാം അനുഭവങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഒരാൾ എത്ര കൂടുതൽ അനുകമ്പയും നിസ്വാർത്ഥ സേവനവും നിരുപാധികമായ സ്നേഹവും പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം സാന്ദ്രതയിൽ നിന്ന് മോചനം നേടുന്നു. അവസാനം സ്വഗൃഹത്തിലേക്ക് എത്തുക എന്ന ആത്മാവിൻ്റെ ലക്ഷ്യം നിറവേറ്റുവാൻ അത് സഹായിക്കുന്നു. ഭൂമിയിൽ വെച്ച് സാന്ദ്രത പൊഴിക്കുക എന്ന പ്രക്രിയയിൽ സാന്ദ്രത കൂടിയ ഒരു ആത്മാവ് തന്നെ ഉയർത്തുന്നതിന് സഹായിക്കാനായി സാന്ദ്രത കുറഞ്ഞ ഒരു ആത്മാവിനെ കയറിപ്പിടിക്കുന്നു. അങ്ങനെ ഹീലിയം നിറച്ച സാന്ദ്രത കുറഞ്ഞ ഒരു ബലൂണിനോട് ബന്ധിച്ച ഒരു കുട്ട പൊന്തിപ്പോകുന്നത് പോലെ ആ ആത്മാവ് ഉയർത്തപ്പെടുന്നു. മുങ്ങി മരിക്കുവാൻ പോകുന്ന ഒരാൾ മറ്റൊരാളെ മുറുകെ പിടിക്കുകയും രക്ഷകനാകേണ്ട ആളെ കൂടി വലിച്ചു താഴ്ത്തുകയും ചെയ്യുന്നത് പോലെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആത്മാവ് താഴ്ന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഉയർന്ന തലത്തിലുള്ള അസ്തിത്വങ്ങളുടെ, അതായത് യഥാർത്ഥ മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന മഹാഗുരുക്കന്മാരിലും വ്യത്യാസങ്ങളുണ്ട്. ചിലർ ഹീലിയം നിറച്ച ബലൂൺ പോലെയാണ്, മറ്റു ചിലർ റോക്കറ്റ് പോലെയും. എന്തും സംഭവിക്കാം. ജയ് മോഹൻജി. താങ്ക് യു.